സൈറൺ സൈറൺ സൈറൺ. ലോകത്തെ ഏറ്റവും മുമ്പേ തകരാൻ പോകുന്ന രാജ്യം അമേരിക്കാവാ എന്നെങ്കിലേ അന്തിക്രിസ്തു വരത്തോള്. ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, 6 ദിവസം കൊണ്ട് ഞാൻ ഇറാനെ കയ്യിലാക്കുമെന്ന്. പക്ഷേ ട്രംപ് കുഴങ്ങിയതല്ലാതെ ഇറാൻ വീഴത്തില്ല. അതുകൊണ്ട് ഇറാൻ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ആന്റി ക്രൈസ്റ്റിന് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഇറാൻ നിലനിൽക്കും. ഈ കന്യാകുമാരിയിൽ നിന്ന് കുറെ ദൂരം കടലിൽ പോയ ബ്രിട്ടന്റെ ദ്വീപ് കിടപ്പുണ്ട്, ഡീഗോ ഗാർഷ്യ. 3-ാം ലോക മഹായുദ്ധം നടക്കണമെങ്കിൽ ഒന്ന്, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാകത്തില്ല? ഇതിനൊരു വെടിനിർത്തൽ ഉണ്ടാവും. വെടിനിർത്തൽ വന്നേ പറ്റൂ. അമേരിക്ക ആദ്യം പറഞ്ഞു 48 മണിക്കൂർ ഞങ്ങൾ വെടിനിർത്താന്ന്. ഇന്ന് അമേരിക്ക പറഞ്ഞേക്കുന്നു 10 ദിവസത്തേക്ക് വെടിനിർത്താന്ന്. അമേരിക്ക പണമില്ല, അവിടെ റോഡിലിറങ്ങി ജനം ബഹളം ഉണ്ടാക്കുന്ന ട്രംപ് ഈ പരിപാടി തന്നെ. ഇസ്രയേലിൽ എല്ലാ കാലയിലും நான் பேசுகிறது டெல்லவீவ். நம்ம அருமையான நண்பர்கள் பிள்ளைகள் அங்கே இருக்குது, டெல்லவீவ் இருக்குது, ஜெருசலேம் இருக்குது. அவர் என்னோடு பேசுகிறது, ஐயா ഇങ്ക വന്ന് ജനം റോഡിൽ ഇളകുക. ഇസ്രയേലി നെതന്യാഹുവിനോട് പറയുക, നിങ്ങൾ ഈ പ്രശ്നത്തെ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല. സൈറൻ സൈറൻ സൈറൻ. 4000 പേരാ ഇസ്രയേലി മുറിവേറ്റത്. മരിച്ചവരെ കണക്ക് അവർ വിട്ടിട്ടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലാ പോകുന്നത്. നിങ്ങൾക്കറിയത്തില്ല, കഴിഞ്ഞ 10 മാസം ഇറാൻ ഒരു കാര്യം ചെയ്തു. ഇത് ഇസ്രായേലിന്റെ മൊസാദിന് പിടികിട്ടിയില്ല. എന്താ കാര്യം ചെയ്തെന്നറിയാമോ? റഷ്യായിട്ട് എണ്ണ ഇടപാട് നടത്തി ഒരു പ്രത്യേക മിസൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. അരുമാന ദേവപിള്ളകൾ കേൾക്കണം. ആ മിസൈലിന്റെ പേര് സ്റ്റെൽത്ത് മിസൈൽ. സ്റ്റെൽത്ത്. ആ സ്റ്റെൽത്തിന്റെ പുറകിൽ GPS ഉണ്ട്. ഇങ്ങ നമ്മ ഇവിടെ കുഴിവിളയെന്ന് ഒരാള് നാഗർകോവിൽ പോണം. കാറിനകത്ത് GPS അടിച്ചാൽ മതി. നാഗർകോവിൽ നേരെ മാർത്താണ്ഡം വഴി കാറ് പറഞ്ഞേര് കറക്റ്റ് പൊസിഷനിൽ ഓടിച്ചെത്താം. അതേ സംവിധാനമാ ഇന്ന് ഇറാന്റെ കയ്യിലിരിക്കുന്ന സ്റ്റെൽത്ത് മിസൈൽ. സ്റ്റെൽത്ത് മിസൈലിന്റെ പ്രത്യേകത എന്താ? 2000 കിലോമീറ്റർ എവിടെയും ചെന്ന് അടിക്കും. അതുകൊണ്ട് അബുദാബി, സൗദി അറേബ്യ എയർപോർട്ട് GPS ഞെക്കിയാൽ മതി, കറക്റ്റ് അവിടെ വീഴും. വലിയ പ്രശ്നം വരാൻ പോന്നേ. വെളിനാട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിരിക്കുന്നത്, മാർത്താണ്ഡക്കാരും കുഴിത്തറക്കാരും പ്രാർത്ഥിച്ചോണം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. കുഞ്ഞുങ്ങൾ വന്നാൽ പ്രശ്നമാ. സൗദി അറേബ്യയിലൊക്കെ ഭയങ്കര പ്രശ്നമാ. എൻ്റെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഇന്ന് രാവിലെ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. ഈ മാസം ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ലെന്ന്, സാലറി തൊട്ടു കൊടുത്തിട്ടില്ലെന്ന്. കമ്പനികളെല്ലാം വലിയ പ്രശ്നം, വലിയ വിഷയമായിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ സ്റ്റെൽത്ത് മിസൈൽ. ഇപ്പൊ ഇറാൻ പറയുന്നത് എന്തോന്നറിയോ? അവരടി തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 എണ്ണം കൂടെ കയ്യിലിരിക്കുന്നെന്ന്. കൈബർ ഷഹാബ് 3, അത് 4000 ചില്ലുവാന കിലോമീറ്റർ. ദാണ്ട് ഇവിടെ ഈ തൂത്തുക്കുടിന്നേ കന്യാകുമാരി വഴി പോയ ഒരു സ്ഥലമുണ്ട്. ആ ദ്വീപിന്റെ പേരാ പല തമിഴ്നാട്ടുകാർക്കും അറിയത്തില്ല. അതിന്റെ പേരാ ഡീഗോ ഗാർഷ്യ. അത് പണ്ടത്തെ ബ്രിട്ടന്റെ ദ്വീപാ, കന്യാകുമാരിക്ക് അപ്പുറത്ത് കിടക്കുന്നത്. അവിടെ ബ്രിട്ടന്റെ താവളത്തിൽ വരെ ഇസ്രായേൽ അടിച്ചെന്ന് ഇറാൻ അടിച്ചു 4000 കിലോമീറ്റർ മിസൈൽ. ആ കിടക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടപ്പുണ്ടെന്ന് ബ്രിട്ടന്റെ താവളം. അവിടുന്ന് ഇന്നാള് പറന്നു പൊങ്ങിയ ഒരു വിമാനം കേടായി പോയത്. അതാ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കൊണ്ട് F-35 ബ്രിട്ടന്റെ ഇട്ടിരുന്ന ഡീഗോ ഗാർഷ്യ. ഇവിടെ കിടക്കുന്നു, കടലിന്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. ഈ കന്യാകുമാരിയിൽ നിന്ന് കുറെ ദൂരം കടലിൽ പോയ ബ്രിട്ടന്റെ ദ്വീപ് കിടപ്പുണ്ട്, ഡീഗോ ഗാർഷ്യ. അവിടെ വരെ അടിച്ചു. അങ്ങനെയെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകുമോ? ഇല്ല. അതിനു മുമ്പ് ഒരു സംഭവം നടക്കണം. ഇരമ്യ പ്രവചനം 6:14. ഇരമ്യ ദീർഘദർശിയിൽ 6 അധികാരം വസനം 14. ഒരു വിടുതൽ ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. വായിച്ചട്ടെ. സമാധാനമില്ലാതിരുന്ന് സമാധാനം എന്ന് ചൊല്ലി, സമാധാനം എന്ന് ചൊല്ലി ജനത്തിൻ കായങ്ങളെ മേർപൂച്ചായി ഗുണമാക്കുகிறார்கள். എന്റെ ജനത്തിന്റെ മുറിവ് താൽക്കാലികമായി വെച്ച് കെട്ടുന്നു. മലയാളം ബാക്കിയൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു പയ്യന്റെ കാല് ഇച്ചിരി ഒടിയാൻ സാധ്യത, ഒടിഞ്ഞു. നമ്മുടെ ഐസക്കിന്റെ ആശുപത്രി, ഐസക് ആശുപത്രി കയറിയത്, അവിടെ കൊണ്ടുപോയി. അവര് സ്കാൻ എടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല, കാലിക്ക് കമ്പി ഇടാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് നീര് കുറച്ചിട്ട് കമ്പി ഇടാം. മനസ്സിലാകുന്നവർക്കായി. കരം ഉയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല. സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന് ലഘുവായി, അഥവാ പ്ലാസ്റ്റർ ഇട്ട് മുറിവ് വെച്ച് കെട്ടുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഒരു 3-ാം ലോക മഹായുദ്ധം നടക്കത്തില്ല? അരുമയാന ദേവപിള്ളകളെ, 3 കാര്യം നടക്കണം 3-ാം ലോക മഹായുദ്ധം നടക്കണമെങ്കിൽ. ഒന്ന്, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. മത്തായി സുവിശേഷം 24:15.
ഇവിടെ നല്ല ഊഴിയക്കാർ കൃപാസനം இருக்குது, അവർക്ക് ന്യൂഡൽഹി മറ്റുമേ ചർച്ച இருக்குது. आप लोग नॉर्थ इंडिया में जाओ, 5000 गांव में किसी को पता नहीं है कौन है परमेश्वर. 5000 ഗ്രാമം ഇതുവരെ അറിഞ്ഞിട്ടില്ല യേശു ആരെന്ന്. അടുത്ത സമയത്ത് നമ്മുടെ ഒരു മിഷണറി ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു പയ്യനോട് ചോദിച്ചു യേശു ആരെന്ന് അറിയാവുന്നു. അപ്പം അവൻ പറയാം ഇവിടെ അറിയത്തില്ല, അടുത്തടുത്ത് എന്ന് പോയി ചോദിക്കാം. സന്തോഷമില്ലല്ലോ സ്വോത്രം. യേശു ആരെന്ന് അവർക്ക് തെരിയക്കൂടാതെ 5000 ഗ്രാമം. അങ്ങനെയെങ്കിൽ 1 സൂം വഴിയായോ മൊബൈൽ വഴിയായോ സുവിശേഷം എത്തണം. 2 റോമാലേഖനം 11:25 വായിക്കണ്ട. ജാതികളിൽ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേൽ കംശമായ കാഠിന്യം. റോമ അധികാരം 11:25. ജാതികളിൽ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് ഇന്ന് ചെറിയ പ്രശ്നമുണ്ടാകും. 3 പത്രോസ് പജിറോ പറഞ്ഞിരിക്കുന്നത് 2 പെജിറോ 3:9 തോന്നുന്നു. അധികാരം 3:9. ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്തർ തൻ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ അല്പം താമസിക്കുന്നത് ചിലരും കൂടി ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ എഴുതി വിടരുത്. 3-ാം ലോകമഹായുദ്ധം നടക്കത്തില്ല. 4 കാര്യവും കൂടെ വാക്യം പറയുമ്പോൾ ഇന്ന് അവസാനിക്കും ബാക്കി. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം നടക്കണമെങ്കിൽ ഒരു പാത വരണം. ആ പാതയാ കന്യാകുമാരി കാശ്മീർ ഹൈവേ. കന്യാകുമാരി കാശ്മീർ കാരോട് കിഴക്കോട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ. ഇപ്പൊ കന്യാകുമാരിയിൽ നിന്ന് നോക്കിയാൽ കാശ്മീരിന്റെ പടവും കിട്ടും, ഹൈവേയും കിട്ടും. ഇതെവിടത്തേക്ക്? അതിന്റെ പേരട ചൈനയുടെ സിൽക്ക് പാത. എല്ലാവരും മനസ്സിലാക്കണം. യെശയ്യാ ദീർഘദർശി 19 അധികാരം 23-24. ഒരു റോഡ് ശരിയാവും. നിങ്ങളുടെ തൊട്ടടുത്ത് മാർത്താണ്ഡത്തൂടെ പോകുന്ന റോഡ് കാശ്മീരിലെത്തുക. വായിക്കാം. യെശയ്യാ ദീർഘദർശി 19:23-24. எகிப்திலிருந்து அசீரியாவுக்கு போகிற பெரும் பாதை உண்டாயிருக்கும். அசீரியர் எகிப்துக்கும் எகிப்தியர் அசீரியாவுக்கும் வந்து எகிப்தியர் அசீரியரோடு கூட ஆராதனை செய்வார்கள். അവിടെ നിൽക്കട്ടെ ആന്റി. ദാണ്ട് അശൂരും മിസ്രൈമും. മലയാളം തമിഴ് ബൈബിൾ അറബ് ലീഗ് ഒരുമിക്കും, അവരൊരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് വെള്ളം കുടിക്കുന്ന കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഒരു പാത ഉണ്ടാകും. അതാ ചൈനയുടെ സിൽക്ക് പാത. അന്നാളിൽ ഇസ്രായേൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അക്കാലത്തിലെ ഇസ്രായേൽ എയ്ത്തോടും അസീരിയാവോടും മൂന്നാമதாக ഭൂമി മതി. അവൻ ഭൂമി മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. ആർക്ക് അനുഗ്രഹം? എല്ലാവരും പറയണം. ഇസ്രായേൽ ഇപ്പൊ ലോകത്തിൽ എല്ലാവരുടെയും ടെക്നോളജി അവന്റെ കയ്യിലാണ്. ഇവനെ ആരും തകർക്കാൻ പറ്റത്തില്ല. അറബ് രാജ്യം 2 നിമിഷം ഗഗനമായി. BE ME MBA BCA പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം. അറബ് രാജ്യം ഈ ഇടയ്ക്ക് ഇസ്രയേലിനോട് എന്തോ പറഞ്ഞു. ഇസ്രയേലോട് പറഞ്ഞു ഞങ്ങൾ സോഫ്റ്റ്വെയർ കട്ട് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ അതിന്റെ അർത്ഥം എമിറേറ്റ്സ്, ഇത്യാദ്, എയർ ഇന്ത്യ എല്ലാത്തിന്റെ സോഫ്റ്റ്വെയർ ഇസ്രയേലിന്റെ കയ്യിലാണ്. അവൻ കട്ട് ചെയ്ത പ്ലെയിൻ ഓടത്തില്ല. മുന്നാടി നിങ്ങൾ തമിഴ് മക്കൾ ഇങ്ങ കോളേജ് ഇരിക്കത് മറ്റും ഇരിക്കത്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെന്നൈ പട്ടണത്തിൽ ஐநாவரம் அங்கத்தான் உலகத்தின் முடிவு கடைசி கால செய்திகளும் பேசுகிறது. அவர் நான் மலையாளத்தை பேசுகிறது, நல்ல தமிழ் கொடுக்குது, நல்ல பையன் இருக்குது. அப்ப ഞാൻ അവരോട് പറഞ്ഞു ഇനി ഞാൻ വന്നില്ലേലും ഇത് മനസ്സിലാക്കണമെന്ന്. അതുപോലെ അപ്പം അവരെല്ലാം നല്ല ക്ലിയറായിരുന്നു. എനിക്ക് ഇങ്ങ വളരെ ഞാൻ ഇങ്ങ വന്നപ്പോൾ நம்ம யமனேசர் பாஸ்டர் கிட்ட கேட்டிருக்குது. முன்னாடி இங்க கலைக்காவில பக்கம் பாரசால பக்கம் இங்க வருவது மார்த்தாண்டம் விரிகாடு அங்க சிராயங்குடி அங்க பக்கம் எல்லாம் நான் செய்தியை கொடுக்குது. நல்ல ஒரு பையன் ഉണ്ടായിരുന്നു. അവർ താൻ ലിയോ നല്ല പയ്യൻ. നിങ്ങൾ കാഞ്ഞിരാട് കൺവെൻഷനിൽ അവൻ താൻ ട്രാൻസ്ലേറ്റ് മലയാളം. ഇന്നാളുകളിൽ അവൻ പേശിയിരിക്കുന്നത് എനിക്കിട്ട് ഫോൺ ചെയ്ത് ஐயா நான் வந்து இப்போ யூகேல இருக்குது. சந்தோஷம் இல்லைல்லோ சோதரம். நான் പറഞ്ഞ ഞാൻ ഇന്ന് നെടുങ്ങമങ്ങാട് റബ്ബറും തോട്ടത്തിൽ இருக்குது. സന്തോഷം ഇല്ലല്ലോ മനസ്സിലാകുന്നവർക്കാണ്. എൻ കൂടെ പേശിയ ലിയോ വന്ന് യുകെയിൽ ഇപ്പൊ അസംബ്ലീസ് കോഡ് പിന്നെ ചർച്ചക്കുള്ള ജൂനിയർ പാസ്റ്റർ ആയിരിക്കുന്നത്. സോത്രം മനസ്സിലാകുന്നവർക്കായി. ഞാൻ വന്ന് നെടുമങ്ങാട് തോട്ടത്തിൽ യേശു വരാറായി പറയുന്നു. സോത്രം ഞാൻ അവർക്കിട്ട് പറഞ്ഞ് പാസ്റ്റർ നീ അങ്ങേ ആയിരിക്കുന്നത് എത്ര നാൾ എൻകിട്ട് ഞാൻ മലയാളം നീ തമിഴ് കൊടുത്തിരിക്കുന്നത് അതിക്ക് നീ എനിക്ക് നല്ല വിസയെ തരണം. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അതുമാതിരി ഞാൻ ചെന്നൈയിൽ ஐநாவரம் പെരമ്പോർ പക്കം കഴിഞ്ഞ 4 നാളുകളിൽ ഉലകത്തിന് മുടിവ് കടൈസിക്കാല ചെയ്തികളും കൊടുത്തിരിക്കുന്നത്. നല്ല ജനം ഇരിക്കുന്നത്. ഒരു തമിഴ് പയ്യൻ നല്ലതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു നിങ്ങൾ ഗഹനമായി ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് ഇൻഡിഗോ പ്ലെയിൻ ഒരു വിഷയം വന്നു. ഇൻഡിഗോ പ്ലെയിൻ അവരൊത്തിരി സർവീസ് ക്യാൻസലായി. അപ്പൊ ആരാണ്ട് പറഞ്ഞു അവരുടെ സോഫ്റ്റ്വെയർ കട്ടാണ്. അപ്പൊ ഇൻഡിഗോയുടെ ചീഫ് ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സോഫ്റ്റ്വെയർ കട്ടാകത്തില്ല,
ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഇസ്രയേൽ സോഫ്റ്റ്വെയർ കരമുയർത്തുന്നവർക്കായി. അമ്മ നിങ്ങൾ കയ്യിലല്ല ATM കാർഡ് ഇരിക്കുന്നത്. ATM കാർഡ് SBIയുടെ ഇട്ടാൽ തമിഴ്നാട് മർക്കൻഡൈൽ ബാങ്കിന്റെ കിട്ടും, ഫെഡറൽ ബാങ്കിന്റെ കിട്ടും. ഇതിന്റെ ടെക്നോളജി ഇസ്രയേലിന്റെയാ. അത് ബോംബെ എന്നാ ചെയ്തിരിക്കുന്ന ഒരേ ടെക്നോളജിയാ. യവൻ പീസ് ഊരിയാൽ അമ്മച്ചി ATM കാർഡ് ഇട്ടാൽ തൊട്ട് കിട്ടത്തില്ല. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്തോത്രം. അതുകൊണ്ട് ഇസ്രയേലിനോട് ആരും കളിക്കത്തില്ല. അന്നാളിൽ ഭൂമിയുടെ മധ്യ അവനൊരു അനുഗ്രഹം. ഇന്ത്യൻ പ്രധാനമന്ത്രി, എല്ലാവരും കേൾക്കണം, ഇസ്രയേലുമായിട്ട് എന്തൊരടുപ്പം മനസ്സിലാകുന്നവർക്കായി. കാർഗിൽ യുദ്ധം, ടൈബർ ടാർ 21, ആ തോക്ക് ഇസ്രയേലിന്റെ തോക്കാ കാർഗിൽ അടിച്ചത്. ഇന്ന് പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ, അന്ന് പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയ ഡ്രോണാ, ഹെരോദ ഡ്രോൺ, ഇസ്രയേലിന്റെ ഡ്രോൺ. ഇപ്പൊ ഇന്ത്യയായിട്ട് നല്ല കരാർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാർത്താണ്ട കളിക്കാവള ഇവിടുത്തെ ഇറച്ചിപ്പാലം കുഞ്ഞുങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. പണ്ട് കാറ്റും മഴയും വരുമ്പോൾ പത്രവാർത്ത, ഫോൺ വാർത്ത, പ്ലെയിൻ തിരിച്ച് ചെന്നൈക്ക് വിട്ടു, അത് കഴിഞ്ഞ് ട്രിച്ചിക്ക് വിട്ടു, തൂത്തുക്കുടിക്ക് വിട്ടു. മനസ്സിലാകുന്നവർക്കായി. ഇന്നിവിടെ കാറ്റടിച്ചാലും മഴ പെയ്താലും തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ രാത്രിയിൽ സഹോദരി ശോശാമ സിസ്റ്റർ മീൻ അരിയുമ്പോൾ കാക്ക വന്ന് തല കൊത്തുന്നത് പോലെ പ്ലെയിൻ ഇറങ്ങുന്നു. മനസ്സിലാകുന്നവർക്കായി. ആ ടെക്നോളജി ആരുടെ ടെക്നോളജി? ഇസ്രയേലിന്റെ ടെക്നോളജി. കാറ്റടിച്ചാലും മഴ പെയ്താലും ഇൻസ്ട്രുമെന്റ് ടെക്നോളജി ലോകം മുഴുവൻ. അപ്പൊ ബൈബിള് ശരിയായില്ലയോ? അത്തി തളച്ചു കൊമ്പിളതായി ഇങ്ങ അരുമയാണ് ഊരക്കാരിക്കുന്നത്. പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന പാസ്പോർട്ട് നോക്കും, ഇസ്രയേലിന്റെ സീലുണ്ടോ? അവനോട് പറയും മാറി നിൽക്കാൻ. അതേ ഗൾഫ് രാജ്യങ്ങൾ അബ്രഹാം അക്കോഡിനകത്ത് ഇസ്രയേലുമായിട്ട് കരാർ ഒപ്പിട്ടു. എമിറേറ്റ്സ് വിമാനം തിരുവനന്തപുരത്ത് നിന്ന് ദുബായ്, ദുബായ് ടെല്ലവീവ്, ഇത്യാദി വിമാനം തിരുവനന്തപുരം അബുദാബി ടെല്ലവീവ്, ഖത്തർ വിമാനം തിരുവനന്തപുരം ദോഹ ടെല്ലവീവ്, ഫ്ലൈ ദുബായ് തിരുവനന്തപുരം ദുബായ് ടെല്ലവീവ്. ഒരു കാലത്തെ യഹൂദനെ തള്ളിക്കളഞ്ഞെങ്കിൽ 2020 ദുബായ്ക്കകത്ത് 6 കാലുള്ള പതാക ഉയർത്തി ദുബായ്ക്കാർ യഹൂദനെ അംഗീകരിച്ചപ്പോൾ നമ്മുടെ പ്രവചനം നിവർത്തി. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി കരമുയർത്തുന്നവർക്കായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തുവല്ലോ. അങ്ങനെയെങ്കിൽ ചൈനയുടെ സിൽക്ക് പാത വാർത്താണ്ടത്തോട് ഓടാൻ പോവാ. 4 കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം. ഇന്ന് ഈ സിൽക്ക് പാതയുണ്ടോ? ചൈനയുടെ സിൽക്ക് പാത. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 49 അതിന്റെ 12-ാമത്തെ വാക്യം. ചൈനയുടെ സിൽക്ക് പാത, യെശയ്യാ പ്രവചനം 49:12. അപ്പൊ അയലിഞ്ഞെടുത്താട്ട് പക്ഷേ ഇതോ ഇവர்கள் தூரத்திலிருந்து வருவார்கள். എല്ലാവരും ഈ ആന്റി വായിക്കുന്ന വാക്യം എടുക്കണം. അപ്പൊ അയലിഞ്ഞ് കൊടുത്താട്ട്. ഇതാ ഇവർ ദൂരത്ത് നിന്ന് വരുവത്. இதோ அவர்கள் வடக்கிலும் மேற்கிலிருந்து வருவார்கள். വടക്കിലും നേർക്കിലും നിന്ന് വരുവത്. അടുത്ത വാക്യം. ഇവர்கள் സീനിയം ദേശത്തിലും ഇருந்து വരുവാர்கள். ഈ സീനിയം ദേശം, ആ ചൈന ദേശം, അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബാംഗ്ലൂർ ബംഗളൂരുവായി, മദ്രാസ് ചെന്നൈയായി, ട്രിവാൻഡ്രം തിരുവനന്തപുരമായി. അത് കഴിഞ്ഞതുപോലെ ഈ പഴയ നിയമത്തിലെ ചൈനയാ അല്ല സിനിയം ദേശമാ ഇന്നത്തെ ചൈന. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മലയാളം വായിക്കാൻ പിന്നെ അറിയത്തില്ല. ഇങ്ങനെ മലയാള പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. ഇതാ ഇവർ വരുന്നു, കിഴക്ക് നിന്ന് വരുന്നു, പടിഞ്ഞാറ് നിന്ന് വരുന്നു, തെക്ക് നിന്ന് വരുന്നു. അതാ ചൈനയുടെ സിൽക്ക് പാത. ഇതിനകത്ത് ഞാൻ എൻ്റെ ഫയലിൽ അതെവിടോ വെച്ചിരുന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അന്ത്യകാലം ചൈനയുടെ സിൽക്ക് പാത ഉളവാകും. എവിടെ? ചൈനയുടെ സിൽക്ക് പാത വരുമെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് കൊടുത്തായിരുന്നു. ചൈനയുടെ സിൽക്ക് പാത അന്ത്യദിനങ്ങളിൽ വരും എന്ന് ക്ലിയർ വാർത്ത ഉണ്ടായിരുന്നു. ചൈനയുടെ സിൽക്ക് പാത വരും. ഇതാ ഇവർ വരുന്നു, സിനിം ദേശത്ത് നിന്ന് വരുന്നു, തെക്ക് നിന്നും വടക്ക് നിന്നും വരുന്നു. അതിന്റെ പേരാ, ഒരു മിനിറ്റ് ഞാനതെടുക്കാം. ചൈനയുടെ സിൽക്ക് പാത, യെശയ്യാ പ്രവചനം 49 അതിന്റെ 12-ാമത്തെ വാക്യം സിസ്റ്റർ വായിച്ചു, നമ്മൾ കേട്ടു. ചൈനയുടെ സിൽക്ക് പാത വരുന്നു. ഇതാ ഇവർ വരുന്നു, തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ വരുന്നു. ചൈനയുടെ സിൽക്ക് പാത വഴി ഇവർ ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്ന ഒരു കാലമുണ്ടാകും. അത് ഈ ഫയലിനകത്ത് കൃത്യമായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. എനിക്ക് ചൈനയുടെ സിൽക്ക് പാത അതിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം. എവിടുന്ന് വരുന്നു എന്നുള്ളത് പറഞ്ഞു തരാം. ഇത് കന്യാകുമാരിയിൽ നിന്ന് നേരെ കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ് കഴിഞ്ഞാൽ ദാണ്ടെ യൂഫ്രട്ടീസ് നദി,
അക്കരെ തുർക്കി. തുർക്കി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലമുണ്ട്. ആ തുർക്കി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലം സിറിയ. സിറിയ കഴിഞ്ഞാൽ ഗോലാൻ കുന്ന്. ഗോലാൻ കുന്ന് കഴിഞ്ഞാൽ എത്തുന്നത് ഇന്നത്തെ ടെൽ അവീവ്, ഇസ്രയേലിന്റെ തലസ്ഥാനം. അതിന്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. ദാണ്ടേ അത് കിട്ടി തക്ക സമയത്ത്. ഇത് മലയാളം ഞാൻ പറഞ്ഞുകൊണ്ട് ദാണ്ടേ ചൈനയുടെ സിൽക്ക് പാത. മലയാളം വായിക്കുന്ന ദൈവദാസന്മാർക്കാടും വളരെ ക്ലിയർ. ഇത് വെച്ചിരുന്ന ചൈനയുടെ സിൽക്ക് പാത. ഇംഗ്ലീഷിൽ അടിച്ചാൽ കിട്ടുന്ന സിൽക്ക് വേ. ക്ലിയർ. ആന്റി പറഞ്ഞതാ. അതാ ഇവർ വരുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും സിനീം ദേശം. അതിന്റെ അർത്ഥമാ ചൈന സിൽക്ക് പാത. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് നിർത്തും, ബാക്കി നാളെ. അതിന്റെ അർത്ഥം എന്താ? ഈ റോഡതാ. നിങ്ങൾ ഇതിലെ കൂടെ ഭാരത് ജോഡോ യാത്ര കണ്ട എത്ര പേരുണ്ട്? കരമുയരുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി കരമുയരുന്നില്ലല്ലോ. അയ്യോ, കണ്ടില്ലേ പാസ്റ്റർമാര്? സന്തോഷമില്ല പാസ്റ്റർമാർക്ക്. സ്വോത്രം, സന്തോഷമില്ല. ചിലർ കരം ഉയർത്താത്ത കാര്യം ചിലർ വിചാരിക്കും ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതെന്ന്. സന്തോഷമില്ലല്ലോ. എൻ ജോലി തിരുമണമല്ല, ഉലകത്തിൻ മുടിവ് കടസിക്കാല ചെയ്തികളും പേസുകരുത്. അത് കാരണം നമ്മ കന്യാകുമാരി രാഹുൽ ജി ഭാരത് ജോഡോ യാത്ര കാശ്മീർ വരെ പോയില്ലയോ? ഈ റോഡായപ്പോഴത്തെ പുതിയ റോഡ് ഹൈവേ, കാറക്കോണ ഹൈവേ ആണ് ആ കിടക്കുന്ന. പാകിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ് ബോർഡർ, യൂബ്രട്ടീസ് അക്കരെ തുർക്കി എന്ന് കയറി വരും. ദാ കിടക്കുന്നത് സിറിയ, ഗോലാൻ, ടെൽ അവീവ്, ജെറുസലേം. ഈ പാതയാ. അപ്പൊ ഈ ചൈന എന്ന് വേറെ രാജ്യക്കാരും വരും, ഇംഗ്ലീഷുകാർ വരും, കൊറിയക്കാർ വരും. ഇവരെല്ലാം അതാ വരുന്ന യൂറോപ്പുകാർ ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇതാ ഇവർ വരുന്നു. കിഴക്ക് നിന്നും വരുന്നു, സിനീം ദേശത്ത് നിന്നും വരുന്നു. ആരെ ആക്രമിക്കാൻ? ഇസ്രയേലിനെ ആക്രമിക്കാൻ. ഇപ്പൊ പ്രവചനം എത്രയായി? 1 ജെറുസലേം, 2 ഭാരമുള്ള കല്ല്. നാളെ ചിന്തിക്കും. ജാതികൾ ദാ അതിനെതിരെ വിരോധമായി കൂടി വരുന്നു. എല്ലാവരും. അറബ് ലീഗ് ഇത് എവിടെ തുടങ്ങിയ പ്രശ്നം അമ്മച്ചി? ഒരു വീട്ടിൽ തുടങ്ങിയ പ്രശ്നമാ. ആരാ? 1 അബ്രഹാമിന്റെ വീട്ടിൽ 2 പേരുണ്ടായിരുന്നു. 1 ഇസഹാക്കും പിണ്ടുന്നില്ലല്ലോ, ഇസ്മായേലും. 2 ഒരമ്മയുടെ ഉദരത്തിൽ 2 പിള്ളേ ഉണ്ടായിരുന്നു. 1 ഇസഹാക്കും യാക്കോബും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ അടി നടന്നു. സെമി ഫൈനൽ മേൽപ്പാല വോളിബാൾ. അതെവിടെ നടന്നു? ഏലാ താഴ്വര. ദാവീദും ഗോലിയാത്തും കരമുയർത്തുന്നവർക്കായി. ഇനി അടുത്തതായി യഹോശാഫാത്ത് താഴ്വര നാളെ. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. ആന്റി വായിക്കാം. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ ഇന്ന് അവസാനിപ്പിക്കാം. വെളിപ്പാട് ദീർഘദർശി അധികാരം. പത്മോസിൽ യോവാൻ അപ്പോസ്തലൻ വെളിപ്പാട് അഥവാ വെളിപ്പാടിൻ പുസ്തകം 16 അധ്യായം അതുക്കുള്ള അതിന്റെ 12ാമത്തെ വാക്യം. വെളിപ്പാട് 16:12 ഒന്ന് വായിച്ചാട്ടെ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. ആന്റി ഒന്ന് വായിച്ചു. 6ാം ദൂതൻ തൻ കലശത്തിലുള്ളதை ഐബ്രാത്ത് എന്നും പെരിയ നദിയിന്മേൽ ഊറ്റിനാൻ. അവിടെ നിൽക്കട്ടെ ആന്റി, നിങ്ങൾ ഇത് കഥയായിട്ട് വിചാരിക്കരുത്. കർത്താവിന്റെ വരവായി പ്രസംഗിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കണം. ലോക സംഭവം. 6ാമത്തെ ദൂതൻ തൻ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. അപ്പോൾ ചൈനയുടെ സിൽക്ക് പാത അതാ ഇവർ വരുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും സിനീം ദേശം. അങ്ങനെയെങ്കിൽ ചൈനയുടെ സിൽക്ക് പാത. അടുത്ത ഭാഗം വായിച്ചോ ആന്റി. அப்பொழுது சூரியன் உதிக்கும் திசையிலிருந்து வரும் ராஜாக்களுக்கு வழி ஆயத்தமாகும்படி அந்த நதியின் தண்ணீர் வற்றி போயிட்டு. മതി ആന്റി. ഇന്ന് രാത്രി യോഗം മുടിഞ്ചാച്ച്. നിങ്ങളുടെ കയ്യിലെല്ലാം നല്ല മൊബൈൽ. ഗൂഗിൾ അടിക്കണം. ഗൂഗിൾ അടിച്ചിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയെ പാക്കണം. അതെല്ലാം പറ്റിപ്പോയി. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും കേൾക്കണം. ഇന്ന് നമ്മുടെ ഇവിടെ തൃപ്പരപ്പ് ഡാമിലുള്ള തുർക്കി ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ ഡാം. അപ്പൊ ഇറാഖിലേക്ക് വെള്ളമില്ല. അങ്ങനെയെങ്കിൽ ആ നദി പറ്റുന്നു. വെളിപ്പാട് അവസാന യുദ്ധത്തിന് വേണ്ടി ലോകം കിഴക്ക് നിന്ന് വരുന്ന പട്ടാളക്കാർക്ക് വഴി ഒരുക്കുവാൻ യൂഫ്രട്ടീസിലെ വെള്ളം പറ്റിപ്പോയി. അരുമയാന ദേവപിള്ളകളെ, അന്ത കിഴക്ക് നിന്ന് പട്ടാളക്കാർ വന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഒരു ദിനം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചു. കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സംഹാരക
കൊട്ടാരം മുതൽ കുണ്ട്ര വരെ ഇറങ്ങി. എന്നാൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമുള്ള ഒരു ഭവനത്തിലും കയറിയില്ല. മോശയുടെ ശബ്ദം കേട്ട് 30 ലക്ഷം ഇറങ്ങി. മോശ വന്ന് എവിടെ വന്നു? എവിടാ വന്നത്? ചെങ്കടലിൽ. അവൻ കയ്യിൽ ഒരു കോൽ ഇരിക്കുത്. അന്ത കോൽ വടിക്കുള്ള നീട്ടി. അന്ന് രാത്രി മുഴുവൻ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിച്ചു, ചെങ്കടൽ പിളർന്നു. ദൈവജനം അവിടെ കയറിയതുപോലെ ഒരു 3-ാം ലോക മഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. കൃപാസനം ദൈവസഭയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഈ യുദ്ധം നടക്കുന്നതിന് വിട്ട് ഒരു കൂട്ടം എടുക്കപ്പെടും. ഒരു വാക്യം കൂടെ വായിച്ച് എൻ്റെ ശ്വാസവും ശരിയാവും. എല്ലാവരും ഈ വാക്യം കൂടെ എടുത്താട്ട് ഇപ്പൊ പാട്ടും പാടാം. എസെക്കിയേൽ ദീർഘദർശി 21 അധികാരം 26, 27 വാക്യങ്ങൾ. കർത്തർ വരുമോ ഈ തലമുറയിൽ? സമയമായി വരുന്നതേ ഉള്ളൂ, വിഷമിക്കേണ്ട. പാസ് പറഞ്ഞ അരിമാന ടൈം വരുമ്പോൾ എസെക്കിയേൽ ദീർഘദർശി 21, 26, 27 பாகையை கலட்டு, கிரீடத்தை எடுத்து போடு. അതിന് മുന്നാടി വാക്യം இஸ்ரவேலை ஆளுகிற அவபக்தி உள்ள துன்மார்க்க அதிபதியே, அக்கிரமத்துக்கு முடிவு வரும் காலத்தில் உன் நாள் வந்தது. நாள் வந்தது இஸ்ரவேல். அடுத்தது பாகையை கலட்டு, கிரீடத்தை எடுத்து போடு. കിരീടത്തെ എടുത്തു പോട്. அது ഇനി മുൻപോൽ ഇരാതെ. മലയാളം കൂടെ പറയാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മകുടം നീക്കി കിരീടം എടുത്ത് കളഞ്ഞ് താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. എല്ലാവരും ഇരിക്കണം. ഇത് ഉലക ഭരണം. മുന്നാടി ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരായിരുന്നു? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി. യാറിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രി. 3 ടേം ഇന്ത്യൻ പ്രധാനമന്ത്രി. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. അടുത്തത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു, ഒറീസയിലെ ഒരു ഗ്രാമം. മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ. അവരെങ്ങനെയാണ് വന്നത്? ആഫ്രിക്കയിൽ കരിമ്പ് കൃഷി ചെയ്ത ഒരു അപ്പന്റെ മകൻ. കേരള 2 ടേം ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിലെ ചെത്ത് തൊഴിലാളി, തെങ്ങ് കെട്ട് ചെത്ത് തൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരാൾ. നിങ്ങ തമിഴ്നാട് മാവട്ടം കുമാരി മുന്നാടി. തമിഴ്നാട്ടിൽ നല്ല ഒരു മുതലமைச்சர் എടപ്പാടി പളനിചാമി. എങ്ങനെ വന്നത്? അണ്ണാടി അങ്ക ഓഫീസിൽ ടീ പോട്ട അയ്യാ തമിഴ്നാടിൻ മുഖ്യമന്ത്രി. എവിടം വരായി? സംഭവം ശരിയായോ? അതുകൊണ്ട് ബ്രിട്ടനിൽ പണ്ട് ഇംഗ്ലീഷുകാരാ നമ്മളെ ഇവിടെ ഭരിച്ചത്. ഇപ്പൊ ഒരുവൻ പോയില്ലയോ, ഋഷി സുനക്. ആരും കേട്ട മുടിയാതെ. സന്തോഷമില്ലല്ലോ. മുന്നാടി ബ്രിട്ടന്റെ മുതലமைச்சർ ഇന്ത്യക്കാരൻ ഞാഞ്ഞൂല്. സന്തോഷമില്ലല്ലോ. സ്വത്രം. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴൂ. മലയാളി ഒരു കേരളത്തെ ഒരു പിന്നോക്ക കുടുംബത്തിൽ കിടന്ന KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. ഇതെല്ലാം ബൈബിൾ. താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. ഇവിടെ ഒരു സംഭവം നടക്കും. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. വായിക്കാം. അടുത്തത് വായിച്ചട്ടെ ആന്റി. അതെ കവിൾപേൻ. 1 അത് കണ്ട് 1-ാം ലോകമഹായുദ്ധം. 2 കവിൾപേൻ. വായിച്ചട്ടെ. ഉരിമക്കാരൻ വരുമട്ടും. ഒന്നുകൂടെ വായിച്ചോ. കവിൾപേൻ 1-ാം ലോകമഹായുദ്ധം. അടുത്തത് കവിൾപേൻ. 2-ാം ലോകമഹായുദ്ധം. അടുത്തത് കവിൾപേൻ. അതാ വരുന്ന 3-ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. അതിനാ ഈ കൃപാസനം കൺവെൻഷൻ. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഉരിമക്കാരനാനവർ അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതിരിക്കും. കരമുയർത്തുന്നവർക്കായി ആ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച തന്റെ മക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി. ഇസ്രയേലേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രവചനം മുഴുവൻ இந்த നാൾക്കളിൽ ഉലകത്തിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും യേശുപ്പ വരുവതിന് ലക്ഷണം. അതുകൊണ്ട് സമയത്തും അസമയത്തും നാം ഒരുങ്ങിയിരിക്കണം. സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. இந்த ஒலிபக்கத்தை தாயை தகர்ப்பரே தம்பி தங்கச்சி, இந்த 2 நாட்கள் உண்மையான செய்தி கூட்டம் இந்த இரவில் நில கொள்ளுத செய்தி கேட்டுட்டு நீ எங்க கூட போகாது. எல்லாரும் கேட்கணும். കൽവാറി സിൽവായി അവിടെ യേശോപ്പ ക്രൂശിക്കുള്ള ലംബം തിരച്ചീനം. 2 കള്ളന്മാർ, 2 തിരുടന്മാർ തമിഴിൽ അപ്പുറത്തിരിക്കുന്നു. ഒരു കള്ളൻ നോക്കി യേശുവിന്റെ പുറത്തൊരു മേലെടുത്ത് യഹൂദന്മാരുടെ രാജാവ്. ആ കള്ളൻ പേശുകരുത്, മുന്നാടി നീ കീഴെ ഇറങ്ങ്, ഞങ്ങളെയും ഇറക്കണമെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അപ്പൊ മറ്റേ തിരുടൻ
ഈ കള്ളന്റെ മുഖത്ത് നോക്കിയിട്ട് നീ മിണ്ടക്കൂടാതെ. യേശു 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവുമില്ല. നമ്മൾ മാർത്താണ്ഡം, അത് കഴിഞ്ഞിട്ട് നാഗർകോവിൽ പോത്തീസ് കുത്തി തുറന്നു, തമിഴ് മർക്കന്റൈൽ ബാങ്ക് കുത്തി തുറന്ന് നമ്മൾ കള്ളന്മാരാന്ന്. സ്വത്രം. അവൻ യേശുവിന്റെ മുഖത്ത് നോക്കി. ഇന്ന് രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. യേശുവിന്റെ മുഖത്ത് നോക്കിയവൻ ഒരു വിടുതലുണ്ട്. കരമുയർത്തുന്നവർക്കായി. ആ കള്ളൻ ചെങ്കവിള കൺവെൻഷന് വന്നില്ല, കള്ളൻ കല്ലുവിള കൺവെൻഷനും വന്നില്ല, കള്ളൻ സായംകുടി കൺവെൻഷനും വന്നില്ല, കള്ളൻ കാഞ്ചിറോഡ് കൺവെൻഷനും വന്നില്ല. യേശുവിന്റെ മുഖത്ത് നോക്കിയപ്പോ ഒരു വെളിപ്പാടുണ്ട്. അമ്മാമേ, അച്ചായ, മോനെ, മോളെ, അപ്പ, അമ്മച്ചി, പാസ്റ്റർമാരുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. നീ കാൽവറിയിലേക്ക് നോക്കിയാ നിനക്കൊരു വിടുതൽ തരുവാ. ഇന്ന് രാത്രി കള്ളന് വേണ്ടി ഇടപെട്ട ദൈവകരം ഇറങ്ങി വരും. കള്ളനൊരു വെളിപ്പാട് കിട്ടി. ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. മനസ്സിലാകുന്നവർക്ക് ഇതാ വെളിപ്പാട്. അപ്പം യേശുവിനോട് കള്ളം പറഞ്ഞ എന്തുവാ? ഞങ്ങളായിരുന്നേ പറഞ്ഞാണ്, ഞാനാന്നേ പറഞ്ഞ യേശു. അപ്പ ഇതുവരെ ഒരു ഇന്നോവ മേടിച്ചില്ല, ഒരു 34 ലക്ഷം രൂപയുടെ ഇന്നോവ തരണം, ഒന്നും സന്തോഷമില്ലല്ലോ. ഇതുവരെ അമേരിക്ക പോകക്കൂടാതെ ഒരു അരുമയാണ് വിസ കൊടുക്കാൻ. കള്ളൻ അന്തമാതിരി പേശാതെ യേശുവിന്റെ അടുത്ത് പറഞ്ഞു, ഇതാ അമ്മച്ചി സൂചിച്ച പ്രസംഗം. യേശുവിന്റെ അടുത്ത് പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെ ഓർക്കണമേ. കരമുയർത്തുന്നവർക്കായി. യേശു പറഞ്ഞു 2027 കൃപാസനം കൺവെൻഷൻ വരുമ്പോ നോക്കാന്നല്ല. യേശു പ്രാണനെ വിടുന്നതിന് മുമ്പ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി. தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த நாள்களில் விசேஷமான நல் செய்தி கூட்டம் இங்க முழங்குது. നീ ആറാവട്ടെ, കള്ളു കുടിക്കുന്നവനാകട്ടെ, മയക്കുമരുന്ന് അടിക്കുന്നവനാവട്ടെ, നിന്റെ നിറം നോക്കത്തില്ല, നിന്റെ മണം നോക്കത്തില്ല, കീശയിലെ കാശ് നോക്കത്തില്ല, നിന്റെ തുട്ട് നോക്കത്തില്ല, നീ ഡിഗ്രിക്കാരനാണോ നോക്കത്തില്ല. ഇന്ന് രാത്രി അനുദപിച്ച് കാൽവറിയിലേക്ക് വരുന്നവനെ മാറോട് ചേർത്തണയ്ക്കുന്ന ക്രൂശിന്റെ സ്നേഹം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. കൃപാസനമേ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തോ, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ നമുക്ക് ദൈവശക്തി. ഇന്നലെ ഒരു സാക്ഷ്യം സ്വന്തം ഒറ്റ സാക്ഷ്യം പറയാം, ബാക്കി നാളെ. 2ാം ലോക മഹായുദ്ധം എല്ലാ അനുഭാത ദൈവമക്കളും കേട്ടിരിക്കുന്നത്. എല്ലാ 5.5 കോടി പേർ മരിച്ചിരിക്കുന്നത്. 5.5 കോടി പേർ മരിച്ചപ്പോൾ എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്ന മക്കളെ. അന്ന് ബ്രിട്ടനിൽ ഒരു സംഘടന പറഞ്ഞു, നല്ല ഒരു പടം പോർട്രേറ്റ് അയച്ചാൽ നിങ്ങൾക്ക് സമ്മാനം തരാം. പലരും സ്കൂളിൽ പോന്ന്, പള്ളിയിൽ പോന്ന്, കുർബാന, ഇങ്ങനെയുള്ള പോർട്രേറ്റ് എല്ലാം അയച്ചു. പക്ഷേ ഒരു പയ്യൻ, ഒരു വാലിബൻ 2 പടത്തെ കൊടുത്തിരിക്കുന്നത്. 1 ഒരു സമുദ്രം, അതിന്റെ പേര് അറ്റ്ലാന്റിക്. 2 അതിന്റെ മേളിലൊരു പാറ, അവൻ എഴുതിയിരിക്കുക ക്രിസ്തു, അതിന്റെ മേളിലൊരു കാക്ക. 1ാം പടം അരുമயான ചെയ്തി കേട്ടിരിക്കുന്നത്. 2ാമത് ഈ സമുദ്രം ഇളകുക, തിരമാല എവിടത്തേക്ക് പോകുന്നു? കാക്കയുടെ വായിൽ. അതിലൊരു കുഞ്ഞുമീൻ. അവൻ അടിക്കുറിപ്പെഴുതിയതാ, ലോകമാകുന്ന ഗംഭീര വാരിധി എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാകൻ വായ്ക്കുള്ള ഒരു കുഞ്ഞു മീനിനെ കൊടുക്കുവാൻ സ്വർഗം ശക്തൻ. കരമുയർത്തുന്നവർക്കായി. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം. വയലച്ചതിക്ക് പ്രകാശം കൊടുക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. രാജ്യങ്ങൾ തകരട്ടെ, ഭരണകൂടങ്ങൾ തകരട്ടെ, മിസൈലുകൾ വീഴട്ടെ, അപ്പച്ചാമച്ചി ക്രിസ്തുവാകുന്ന പാറമേൽ നീ കർത്തന് ജപം കൊടുക്കുന്നെങ്കിൽ നീ പട്ടിണി കിടക്കാതെ കാത്തു പരിപാലിക്ക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം ഇന്ന് രാത്രി മടങ്ങി വാ. ബാക്കി നാളെ ജെറുസലേം ഒരു പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ലാകും. ജാതികൾ വിരോധമായി കൂടി വരും. അറബ് ലീഗ് 57 രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ പിന്നിൽ അണിനിരക്കാൻ പോന്നു. ഇന്നലെ ഞാനത് പറഞ്ഞു, നീ അവർക്ക് മേധാവിയായി തരും. ഇസ്രായേലേ, നീ സന്ദർശിക്കപ്പെടാൻ കാലമായി. റഷ്യേ, നീ അവരെ കൂട്ടി ഏറിയ നാൾ കഴിഞ്ഞു ഒരു ദേശത്തേക്ക് വരും. വാളിനൊഴിഞ്ഞു പോകുന്നതോ പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ വരും. യഹൂദന്റെ നിലവിളി ഉയരാൻ കാലമായി. നമ്മുടെ മശിഹായുടെ കാൽ ഒലിവുമലയിൽ ചവിട്ടാറായി. നാളെ രാത്രി യഹൂദന്റെ നിലവിളി ഉയരുന്നതിന് മുമ്പ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന തന്റെ സഭയെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി യേശു മടങ്ങി വരാറായി. ആരെ ചേർക്കാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന തന്റെ മക്കളെ ചേർക്കാൻ യേശു വരാറായി.
2 நாட்கள் கூட இங்க கூட்டம் இருக்குது. ரட்சிக்கப்படாதவர் ரட்சிக்கப்படട്ടെ, மனம் தெரியாதவர் மனம் தெரியട്ടെ, அனுதபிக்காதவர் அனுதபிக்கട്ടെ, ஞானஸ்நானம் ஏற்காதவர் இந்த அருமையான கன்வென்ஷன் கூட்டங்கள் கரமுயர்த்தி கர்த்தனை மகிமை கொடுத்து ஞானஸ்நானம் எடுக்கട്ടെ. இந்த நாட்கள்ல ஜபத்தை கொடுக்காதவர் ஜபத்தை கொடுத்து கர்த்தனை மகிமை கொடுக்கട്ടെ. പരിശുദ്ധാത്മാ ഉയരത്തിലെ തൂവയാവിൽ ആരാധിക്കുന്ന തന്റെ മക്കളെ ചേർക്കുക. ഓ കർത്തൃമേശ രാത്രി തിരുമേശ ഭുജിക്കുന്ന കർത്തർമേശ കുടിക്കുന്ന തന്റെ മക്കളെ ചേർക്കാൻ യേശു വരാറായി.